ഹായ് കുറച്ചല്ലേ കണ്ടിട്ട് അബൌട്ട് ദാറ്റ് ഞാൻ ഇപ്പൊ വരാവേ. കഴിഞ്ഞ 6 മാസം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് ഞാൻ പഴയ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ചെറുതായിട്ട് പറഞ്ഞാൽ മടി, പിന്നെ വലുതായിട്ട് പറയുകയാണെങ്കിൽ കോളേജ് കഴിഞ്ഞു, പിന്നെ പണിയില്ലാതെ പിരിക്കുക, അതിന്റെ പ്രോസസ്സിലൂടെ കടന്നു. ഇടയ്ക്ക് ഞാൻ IV എന്ന് വലിയ മഹാസംഭവം ഉണ്ടായി. ഞാൻ വ്ലോഗ് ഉണ്ടാക്കി, പക്ഷെ പ്രശ്നം എന്താ വെച്ചാ 5 ദിവസത്തെ IV ഞാൻ 3 ദിവസം എപ്പോഴെങ്കിലും ഞാൻ ഓർക്കുമായിരിക്കും. കണ്ണോട് നോക്കുമ്പോ പിന്നെ കേരളത്തിലാ. ബട്ട് കേരളത്തിനെയും ഗോവയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, അവിടെ ഭയങ്കര ഗോവയുടെ യാത്രയിൽ ഞാൻ ഡണ്ടേലി ഒരു മിനിറ്റ് ഓർമ്മകളിൽ വഴുതിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഡണ്ടേലിയിലെ സ്റ്റേയിലാണ് ശരി ഭയങ്കര എൻജോയ്മെന്റ്. നമ്മുടെ അകത്തുള്ള കുട്ടി ഉണ്ടാവില്ല, കുട്ടിയെല്ലാം വെളിയിൽ വന്നു. കാരണം ഈ സുഭാഷ് വർക്കിൽ 12 ദിവസമായിട്ട് അവർ കയറ്റില്ല പിള്ളേർ മീൻസ് ഞങ്ങൾക്ക് മറ്റു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി എല്ലാം ചെയ്തു. പിന്നെ ഈ സമയത്താണ് ശരിക്കും സൺസ്ക്രീമിന്റെ ആവശ്യം മനസ്സിലായി തുടങ്ങി. പോയ വക്കില് ഞാൻ വിചാരിച്ചത് ഞാൻ ആകാശത്ത് തന്നെ പോകുന്ന, പിന്നെയും വെള്ളത്തിൽ വന്നിട്ട് പിന്നെയും വെള്ളത്തിൽ ചേടാ. സുഖം. എല്ലാവരും ഞങ്ങളുടെ ഇതെല്ലാം ഷെയർ ചെയ്തു. ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കുടുംബം കലക്കുന്ന രീതിയിൽ പാവാർജിത്തിനുമ്പോഴത്തെ വിഷയൊക്കെ ചെയ്തു. ഡണ്ടേലി വാസ് സോ പെർഫെക്റ്റ്. ഇനി ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ, ഗോവയിൽ വന്നത് ഞങ്ങളുടെ IV സൈറ്റിലായിരുന്നു. ഗോവ വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെ ദിവസമായിരുന്നു. എൻ്റെ അമ്മ പേടിച്ച ഗോവയിൽ എത്തുമ്പോൾ ഉള്ള സൈൻ എല്ലാം കണ്ടുപിടിക്കും ഞാൻ. ശരിക്കും റെസ്റ്റില്ലാതെ നിർത്താതെ പോയിക്കൊണ്ട്, അതുകൊണ്ട് എന്തായി, ഒരു പകുതി ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. മാർക്കറ്റിൽ പോകേണ്ടവർ മാർക്കറ്റിലും, കടക്കേണ്ടവർ. ആൻഡ് ഓഫ് കോഴ്സ് ആസ് എ പ്രൊഫഷണൽ വ്ളോഗർ എന്ന നിലയിൽ ഞാൻ ചൂസ് ചെയ്തതാണ് കോണ്ടന്റ് മാർക്കറ്റ്. മാത്രം ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ വൈൻ ഷോപ്പും അതിന്റെ അപ്പുറത്ത് കാജു വെക്കണം. ഗോവയിൽ മാത്രം ഇങ്ങനെ. ആക്ച്വലി ഞാൻ നോക്കട്ടെ, വൈ ഡു ഗോവ ഹാവ് സോ മച്ച് കാഷ്യൂ നട്ട്സ്? പോർച്ചുഗൽക്കാര് അവര് ഗോവയിൽ ഇത് കൊണ്ടുവന്നു. ഞാൻ ഗോവയിലെ മണ്ണ് നല്ലതായതുകൊണ്ട് ഇതിൽ നന്നായിട്ട് മുളച്ചു. പിന്നെ ഗോവയിൽ ഇതിൽ നിന്നാണല്ലോ ഫെനി ഭയങ്കര ഇതായത്. ഐ മീൻ പക്ഷെ സ്റ്റെറിലൈസ്ഡ് ആണല്ലോ, മറ്റേ ഇതാണല്ലോ, വേർപ്പില്ലല്ല. അത് കാരണം ഈ ബൂട്ട് ഇട്ട് ചെയ്യുന്നത് 100 രൂപയാണോ ചോദിച്ചാ വേറെ ഐബൻസിന്റെ വാങ്ങണ അമ്മ ഉണ്ടാക്കിയതെല്ലാം വാങ്ങിച്ചാന. ഇത് പ്ലാന്റ് ചെയ്ത ചെടിയാ. വലിയ ക്ലിപ്പുണ്ട്, പക്ഷെ ഇത് പിടിക്കുള്ള മുടിയില്ല എനിക്ക്. ഇത് ഞാൻ അന്നോഹോ തിങ് ചെയ്തിട്ട് കാണിക്കുന്നതല്ല. ഇത് ഞാൻ ഇങ്ങനെ പോയി. അയ്യോ വേർപ്പറഞ്ഞു തോന്നുന്നു. സാധനം മാറി തിരിയല്ലോ. കുഴപ്പമില്ല, എൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിന് മാർക്കുണ്ട്. എന്തോ ഓർഡർ ചെയ്യണ്ടേ അതറിയില്ല. ഞങ്ങൾ വന്നിരുന്നിട്ടുള്ളൂ. നമുക്ക് കിങ് ഫിഷർ ആയല്ലോ. അയ്യോ അങ്ങനെയല്ല, നമുക്കിപ്പോ നോക്കാം. കുടിക്കാനുള്ള സാധനം മക്കളെ മുന്നേ മെനു. എന്തായാലും ഇത് ഫുള്ള് ഇതാണല്ലോ കുടിക്കണ സാധനം. ഇവിടെ ഏറ്റവും അവസാനം കൂടെ വെച്ചിട്ടുണ്ട്. അത് ഇത്ര ഉള്ള 2000 years later. സോഡയും പച്ചായിട്ട് കാക്കിയും തോന്നുന്നു. നാരങ്ങ അവിടെ സാധനത്തിന് ഞാൻ കാണിച്ചതാ 3 വർഷത്തിന്റെ. ഇങ്ങനെ വന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അയ്യോ ഇതേന്ന് ആ കാള ശരിയല്ല കേട്ടോ. ആൾക്കാരെ കുത്താനൊക്കെ പോകുന്നുണ്ട്. പ്രോബ്ലമാറ്റിക്. കേരളത്തിൽ നിന്ന് സാധനം ഇപ്പൊ ബീഫാണ്. ക്യാൻസൽ ആവൂലേ. ആൾക്കാരെ ബീച്ചിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ആളൊന്നല്ലേ. ഒരു സുനാമെന്നോ തീരാനുള്ളതല്ലേ ഉള്ളൂ. ഞാൻ ഇയാൾക്ക് ദുരന്തം വളരെ കൂടുതലാ. ആ വണ്ടി അവിടുന്ന് മാറ്റി പോണ്. അവിടുന്ന് ആൾക്കാർ കയറി വരുന്നു. പിന്നെയും എന്നാലും ഓർമ്മക്കായിട്ട് എന്തിനോർക്ക ആൽക്കഹോൾ കുടിക്കണത്, കള്ള്, ബിയർ, കലം വേണ്ട. ലഹരി വിമുക്ത കേരള മിഷൻ. ഗോവയില് കിട്ടാത്ത ഫ്രീഡം വരെ കിട്ടുന്നത്. ഫ്രീഡത്തിൽ ഇച്ചിരി കൂടുതൽ ഫ്രീഡമായി പോയി. ഞാൻ ഗോവയിൽ വന്നിട്ട് മിസ്സായി പോകുന്നു. എന്റെ അമ്മ എവിടെ പോയി പോസ്റ്റ് അടിക്കും ഗോവയില്. അയ്യോ ഹലോ അതാണെങ്കിൽ ഇവിടെ വന്നിട്ട് ബസ്സിന് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യേണ്ടി. ചേട്ടാ 250 താഴെ. ആർക്കത്ര തരണ്ട. കണ്ടില്ലേ എന്നെ കിട്ടിയത്.
സോ നൈറ്റ് ലൈഫ് വക സംഭവിക്കും എന്തോന്നറിയില്ല. സുനാമി ഒന്ന് അടിച്ചു പോകുന്ന പറയില്ല. എനിക്ക് ഫോണാണെങ്കിൽ ഇല്ലാടി ഒന്നും കാണുന്നില്ല. അത് അവിടെ അത് കണ്ട UFO പോലെ സാധനം അതാണ്. അത് സബ്സ്ക്രൈബ് കടല മുദ്ര പറഞ്ഞത് ചെയ്തോണം. അടുത്ത ആളോ ഇവിടെ ഭാഗം ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാർ ഗോവ ബീച്ചിൽ എന്തെങ്കിലും കഴിക്കുന്നത് നോക്കിയതാ. കഴിക്കാൻ വേണ്ടിയുള്ള വസ്തു അങ്ങനെ ഒഫീഷ്യലി ഞങ്ങളുടെ IV കഴിഞ്ഞു. ഇനിയാണ് ട്രിപ്പ് പോട്. എന്തോപോലെ തോന്നുന്നു ബ്ലോഗ് എടുക്കുമ്പോ. എനിക്ക് എന്തോപോലെ തോന്നുന്നു. എനിക്ക് നാണമാണ്. കറന്റ്ലി ഗോവയില് അഗോഡ ഫോർട്ട് ഇന്നലെ പോകേണ്ട പ്ലാൻ ആയിരുന്നു. ബട്ട് ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയത് കാരണം അത്തേക്ക് മാറ്റി. എനിക്ക് പള്ളിയിൽ പോകണ അങ്ങോട്ട് ഇഷ്ടം. ഇവിടെ വന്നത് തരും. സോ ഇത് പോർച്ചുഗീസുകാർ ഇത് വെള്ളം വഴി വരുന്ന ടാക്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോരെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് രണ്ടുള്ളതായിരുന്നു. ഇവിടെ ജയിൽ പുള്ളികളൊക്കെ ഇടുമായിരുന്നു. കലാപ്പാനി ട്രീറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാകുന്ന അറിയില്ല ഇവിടെ. മലയാളികളെ തോന്നുന്നു. പിന്നെ വ്യൂ കൊള്ളാം. വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വ്യൂ ആണല്ലേ? ഇല്ല, ഇത് ഗോവയിൽ ഫുള്ളും മണ്ണും പൊടിയാണ്. കേരളം പോലെ തന്നെ ഗോവ ആക്ച്വലി. ഇവിടെ പിന്നെ ഇച്ചിരി കൂടി എല്ലാത്തിനും വില കുറവാ. ഒന്ന് ചോദിച്ചാൽ സർബത്തിനെക്കാട്ടും ഗോവയിൽ ബിയറിന് വില കുറവാണ്. ഗോവ ഒരു പ്രത്യേക സ്റ്റേറ്റാണ്. അതിനത് ടെററിസ്റ്റ് കഴപ്പങ്ങ മാർക്കിട്ട് പോയിരുന്നെങ്കിൽ ഒരു പോക്കായിരുന്നില്ലേ? മറ്റേ മഞ്ഞ്. അതെ, ഫോൺ പിടിച്ച ഫോണ് കൊല്ലം അഗോഡ ഫോർട്ട് വിച്ച് മീൻസ് വെള്ളത്തിന്റെ മേലുള്ള കടലിന്റെ മുഖത്തോളം എന്തോ ഒരു കോട്ട അങ്ങനെന്തോ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. മിഡ് ഇതിനങ്ങോട്ടല്ല, ഞാൻ ഹിൽ പാലസിൽ പോണതായിരുന്നു. ഫ്രീ കം ഡൂയിങ് മൈ ലൈഫ്. ആൾക്കാർ എന്തായാലും ഹിസ്റ്ററി കണ്ടോന്നായിരിക്കില്ല. ഗോവയില് കുടിച്ചിട്ട് ബോധം വരാൻ വേണ്ടി വല്ലതായിരിക്കും രാവിലെ. ഇത്ര വെയിലില്ല. ബട്ട് ഇവിടുത്തെ വ്യൂ നല്ലതാ. ഇവിടെ ഫോട്ടോ എടുക്കാനാണ് ഈ സാധനം മാറ്റിട്ട്. എന്റെ ഉമ്മ എല്ലാം കൂടി പിടിക്കും. ഇങ്ങനെ പിടിക്കുമോ? ഓ, ഇങ്ങനെ പിടിക്കണം. കുറെ ആൾക്കാരുണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഓ, എനിക്ക് ഈ ഫോട്ടോ ഇഷ്ടമുള്ള സ്ഥലം എവിടെയാന്ന് അറിയാം? ഇവിടെ. കാരണം ഇട്ട് റോസ്റ്റ് ചെയ്യണില്ലല്ലോ ഇവിടെ നിന്ന്. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൗകളായില്ലേ? അവിടുന്ന് എന്തോ വീണിട്ടുണ്ടെങ്കിൽ അമ്മേ പിന്നെയും വീഴാം. എനിക്ക് എൻഡിങ് മാത്രമുള്ളല്ലോ. ഒരെണ്ണത്തിന് 90 നാരങ്ങളത്തിന് അവിടെ സ്വർണം വെച്ചുണ്ടാക്കണ. കാരണം 18ന്റെ എൻഡില് ഇവിടെ 30 രൂപക്ക്. ഇവിടെ എനിക്ക് അറിഞ്ഞ വെച്ചെന്തായാലും കൂളിംഗ് ചാർജ് ഒന്നും വാങ്ങാൻ പാടില്ല. എന്റെ ചെറുപ്പത്തില് ഗോവ വാസ് ദി ഡെസ്റ്റിനേഷൻ. ഇപ്പൊ ഓൾമോസ്റ്റ് ലൈക്ക് പട്ടായ, തായ്ലാൻഡ് അതുപോലത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ലൈക്ക് ഗോവ ഐ തിങ്ക് അതിനെ തന്നെ ഇല്ലാണ്ടാക്കണത് ഇതിന്റെ പ്രൈസിങ് സിസ്റ്റമാണ്. MRP എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ആപ്ലിക്കബിൾ സാധനമാണ്. അതിനെ കൊണ്ടുപോയി ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് സ്റ്റാബിങ് യുവർ ഓൺ വൂൺ മാൻ. ഇത് സിസ്റ്റമാറ്റിക്കലി കറക്റ്റ് ചെയ്യില്ലെങ്കിൽ മാൻ ഡിസപ്പോയിൻമെന്റ്. വെള്ളം പോലെ ഡിസപ്പോയിൻമെന്റ് ആണ് ഗൈസ്. ഇവര് ഏത് ഗോവൻ ഡിഷാ കഴിച്ചത്? ഇങ്ങനെ നടുപ്പ് വരലത്തിട്ട് കളിക്കാനാ? അവിടെ ഇവിടെ കിടന്ന ജയിൽ പുള്ളികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടാവൂല. അമ്മേ, എന്തിനാന്നറിയില്ല, കുറെ സാധനം പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേപോലെ. ഇത്രക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഗോവക്ക്? പണ്ട് തന്നെ ഗോവയുടെ ഫെനിക്ക് ഇതിന് ഡിമാൻഡ് ഉണ്ടായിരിക്കാം മേ ബി. ബട്ട് ഇപ്പത്തെ ഡിമാൻഡ് ഈസ് ലൈക്ക് ചേട്ടൻ കാമുകിനെ തുറന്ന പോലെ മണ്ണ് തുറന്നേ. എത്രയോ വലിയ ലവ് ഫെയിലർ ഇട്ടേക്കാന്ന് തോന്നുന്നത്. ഇനി റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാൻ പോണേ. അത് വേറെ ഏതൊരു ജീവിതം. അപ്പൊ ഇനിയും വീടറാവൂല എന്ന് വിചാരിച്ചപ്പോ അടുത്തത് ഞാൻ ചിന്തിക്കായിരുന്നു കേട്ടോ. ഇതെന്താ ഈ സാധനം? എന്ത് ഗർഭിണിയായിരിക്കണം ഇവിടെ? മീൻസ് ലൈക്ക് ഇടിക്കുമ്പോ പോയി മറ്റേ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് പുറത്തെടുത്ത് പോകും. ഗോവ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ബാറിൽ കൊണ്ടുപോയി. നോ, ഐ ഡിഡ് നോട്ട്. ഞാൻ എങ്ങനെ പോയി അതുപോലെ തന്നെ തിരിച്ചു വന്നു. ഒരു പച്ച മനുഷ്യൻ. ഇത് കടകളിൽ വരെ വെക്കോ? അപ്പൊ ഇവിടെ പിള്ളേർ ഓളിച്ചൊന്നുമല്ല തിന്നുന്നത്. वीडियोस बनाने हैं, फिल्मोरा है ना?